ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദര സഹോദരിമാരെ, ജനനം, മരണം, മരണാനന്തരം, ഇതാണ് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട്. ഈ സദസ്സിൽ സന്നിധരായ പരലോക വിശ്വാസികളെ പൂർണ്ണമായും മറന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുക. ഇത് പറയുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ മരണാനന്തര ജീവിതത്തിൽ വേണ്ടതുപോലെ വിശ്വാസമില്ലാത്തവരാണ് എന്ന മനസ്സോടുകൂടിയാണ് ഞാൻ പറയുക. സത്യം അതല്ല. ജനനം, മരണം, മരണാനന്തരം. എനിക്ക് പറയേണ്ടത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. അത് പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. അറിയാവുന്ന ഒന്നിൽ നിന്നല്ലേ അറിയാത്തതിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഒട്ടും അറിയാത്ത ഒന്ന് അന്വേഷിക്കുക സാധ്യമല്ല. ഏതെങ്കിലും വിധത്തിൽ അറിയാവുന്നത് പിന്നെ അറിയാത്തതിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമായിട്ടാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. വിദ്യാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു കുട്ടിക്ക് ഗുരുനാഥന് പ എന്ന ഒരക്ഷരം പഠിപ്പിക്കേണ്ടതുണ്ട്. ആ കുട്ടിക്ക് പ അറിയില്ല. പക്ഷെ പഠിക്കാതെ ആ കുട്ടിക്ക് അറിയാവുന്ന ഒരു സാധനം ആ കുട്ടിയുടെ ഓർമ്മയിൽ കൊണ്ടുവന്നുകൊണ്ട് പ പഠിപ്പിക്കാൻ അധ്യാപകൻ ശ്രമിക്കും. അതുകൊണ്ട് ഒരു കടലാസിലെ പനയുടെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് കുട്ടിയോട് പറയും, ഇതെന്താണ് മോനെ അല്ലെങ്കിൽ മോളെ? കുട്ടി പന എന്ന് പറയും. അതിൻ്റെ താഴെ പന എന്ന് എഴുതിയിട്ടുണ്ടാവും. പായാണ് പഠിപ്പിക്കേണ്ടത്, അതുകൊണ്ട് അത് ചുവന്ന അക്ഷരത്തിലായിരിക്കും. ഒരു 2-3 പ്രാവശ്യം പന കാണിച്ചു കൊടുത്ത് പറയിപ്പിച്ച് പായിൽ കൈവച്ചിട്ട് പ പ ന പ ന പന പഠിപ്പിക്കും. അപ്പോൾ പഠിക്കാതെ തന്നെ അറിയാവുന്ന കാര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടേ പഠിക്കാനുള്ളത് പഠിപ്പിക്കാൻ കഴിയുള്ളൂ. ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്യേണ്ടതില്ലാത്ത മനുഷ്യൻ്റെ ഇന്ദ്രിയബോധങ്ങൾക്ക് വിധേയമായിട്ടുള്ള പലതും മുമ്പിൽ വെച്ചുകൊണ്ട് പിന്നെ പുതിയത് പഠിപ്പിക്കുന്ന രീതിയാണ് നാം സ്വീകരിക്കാറുള്ളത്. നാം സ്വീകരിക്കുന്നില്ലെങ്കിൽ അങ്ങനെ സാധ്യമാവുകയുള്ളൂ. അറബിയിൽ പറയാറുണ്ട്, ഒട്ടുമറിയാത്ത ഒരു കാര്യം അന്വേഷിക്കുക സംഭവ്യമല്ല, സാധ്യമല്ല എന്ന്. തൊലബുൽ മജ്ഹൂലി മുഹാൽ എന്നാണ് അറബിയിൽ പറയാറുള്ളത്. ഒട്ടുമറിയാത്ത ഒന്നിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ കഴിയില്ല. പഠനം നടത്തണമെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ചിലത് അറിയണം. അറിയാവുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് എത്തിച്ചേരുക എന്നതാണ് പഠിക്കാനും പഠിപ്പിക്കുവാനും നാം സ്വീകരിക്കുന്ന മാർഗം. കുറേ കോലങ്ങളിൽ നിന്ന് കോലത്തിലില്ലാത്ത പലതിലേക്കും എത്തിച്ചേരാൻ കഴിയും. കുറേ കാര്യങ്ങളിൽ നിന്ന്
മുമ്പിലില്ലാത്ത പലതിലേക്കും എത്തിച്ചേരാൻ കഴിയും. മരണാനന്തരം എന്നത് നമ്മുടെ മുമ്പിലുള്ള ഒന്നല്ല. മരണം വരെ മാത്രമേ നമുക്ക് നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളൂ. നമ്മുടെ മുമ്പിലില്ലാത്ത മരണാനന്തരത്തെക്കുറിച്ച് മരിക്കാത്ത നമ്മൾ എങ്ങനെ പഠിക്കും, എങ്ങനെ മനസ്സിലാക്കും? മനസ്സിലാകണമെങ്കിൽ ആരെങ്കിലും മരിച്ചതിൻ്റെ ശേഷം തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം വിവരിക്കണം. അങ്ങനെ ആരും തിരിച്ചു വന്ന് അനുഭവം വിവരിച്ചതായി നമ്മുടെ മുമ്പിലില്ല. മരിച്ച ആൾ തിരിച്ചു വന്നിട്ട് മരണാനന്തരം ഞാൻ ഇന്നതൊക്കെ അനുഭവിച്ചു എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ മുമ്പിലില്ല. തമാശയ്ക്ക് വേണ്ടി ഞാനൊരു കഥ പറയാം. പണ്ടാരോ ഒരാൾ ജുഹ കഥയ്ക്ക് വേണ്ടി പറയുന്നതാണ്. അദ്ദേഹം ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു കൊമ്പ് മുറിക്കുകയാണ്. പക്ഷേ അറ്റത്തിരുന്ന് അതിൻ്റെ മുരടാണ് വെട്ടുന്നത്. അതിലൂടെ നടന്നു പോകുന്ന ഒരു സാധാരണക്കാരൻ പറഞ്ഞു, എടോ, ഈ മരക്കൊമ്പ് മുറിയുമ്പോൾ നീ വീഴുമല്ലോ. ജുഹയാണ്. ജുഹ ചോദിച്ചു, താങ്കൾ എന്താ ഉടയതമ്പുരാനോ? അയാൾക്ക് മനസ്സിലായി ഇവൻ വിഡ്ഢിയാണ്. അപ്പം ഞാൻ തന്നെ ആയിരിക്കും ഉടയതമ്പുരാൻ എന്ന് പറഞ്ഞ അയാൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മരം കൊമ്പ് പൊട്ടി ഇയാൾ വീണു. വീണ് കിടക്കുന്ന മനുഷ്യൻ വേദന കൊണ്ട് പുളയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്ത ഉടയതമ്പുരാനെ കാണുക എന്നതാണ്. ഓടി അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അങ്ങ് ഉടയതമ്പുരാൻ തന്നെ, എനിക്ക് ബോധ്യമായി, കാരണം ഞാൻ വീണു. അതുകൊണ്ട് ഒരു കാര്യം എനിക്കറിയണം, ഉടയതമ്പുരാൻ അതൊന്ന് പറഞ്ഞു തരണം. അതെന്താണോ? ഞാൻ എപ്പോഴാണ് ചാവുക, മരിക്കുക? അപ്പം ഇയാൾക്ക് ഇവൻ ആനപ്പൊട്ടനാണെന്ന് മനസ്സിലായി. അപ്പം അദ്ദേഹം പറഞ്ഞു തമാശക്ക്, താങ്കളുടെ അടിവസ്ത്രം നനയുമ്പോൾ താങ്കൾ മരിക്കും. അടിവസ്ത്രത്തിന് പണ്ട് പറയാറുണ്ടായിരുന്ന പേരാണ് പറഞ്ഞത്. അതിപ്പോൾ നമുക്ക് പറയേണ്ടതില്ലല്ലോ. അപ്പം അദ്ദേഹം ഏത് വഴിയിലൂടെ പോവുകയാണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങുകയാണെങ്കിലും അതിങ്ങനെ കയറ്റിപ്പിടിച്ച് നനയാതെ സൂക്ഷിക്കും. ഒരു പുഴ ഇറങ്ങിക്കിടക്കുമ്പോൾ ഒരു കുഴിയിൽ ചാടി ഇതങ്ങ് നനഞ്ഞുപോയി. നനഞ്ഞപ്പോൾ മരിച്ചല്ലോ. അദ്ദേഹം എഴുന്നേറ്റ് മണപ്പുറത്ത് കിടന്നു, മരിച്ചു കിടന്നു. അപ്പുറത്തൊരു വലിയ തോട്ടമായിരുന്നു. ആ തോട്ടത്തിലെ പുല്ലരിഞ്ഞുകൊണ്ട് വേറൊരാൾ പുല്ലും കെട്ടിയിട്ട് ഇങ്ങനെ വന്നു. ക്ഷീണിതനാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ടല്ലോ, പിടിച്ചു തരാൻ ഇദ്ദേഹത്തെ വിളിക്കാം എന്ന് പറഞ്ഞ് കെട്ടവിടെ ഇറക്കി, ചുമട് അവിടെ ഇറക്കി വിശ്രമിച്ചതിൻ്റെ ശേഷം ഇദ്ദേഹത്തെ വിളിച്ചു. അത് മിണ്ടിയില്ല. പിന്നെയും വിളിച്ചു. 2-3 വട്ടം വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ചത്ത് കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴദ്ദേഹം ആ അരുവാൾ കൊണ്ട് 2 അങ്ങട് കൊടുത്തു. അടി കൊടുത്തപ്പോൾ ഇയാൾ ചാടി എഴുന്നേറ്റ് പുല്ല് പിടിച്ചു കൊടുത്തു, കറ്റ പിടിച്ചു കൊടുത്തു. അയാളിങ്ങോട്ടും പോയി, മറ്റേ അങ്ങോട്ടും പോയി. അങ്ങനെ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോഴതാ അവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ വലിയ ഒരു KT അബ്ദുറഹീം പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിഷയം പരലോകമാണ്. മരിച്ചതിൻ്റെ ശേഷം നരകത്തെക്കുറിച്ച് ഇങ്ങനെ വളരെ വിശദമായി പറയണ. ആ നരകത്തിൽ പാമ്പുണ്ട്, തേളുണ്ട്, തീയാണ്, കത്തി കരിഞ്ഞ് പിന്നെയും ഉണ്ടായി, പിന്നെയും കരിഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ജുഹ അടുത്ത് ചെന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഒരു കാര്യം പറയാനുണ്ട്. ഗൗരവത്തോടു കൂടി നോക്കി, എന്താ? ഞാനിപ്പോൾ മരിച്ചിട്ട് ജീവിച്ചു വരികയാണ്. നിങ്ങളീ പറഞ്ഞതൊന്നും അവിടെ ഇല്ല. ആകെ അവിടെ പുല്ലും കെട്ടിയുമായ ഒരാൾ വരും, അതവിടെ ഇറക്കി വെക്കും. കുറച്ച് കഴിഞ്ഞ് പിടിച്ചു കൊടുക്കാൻ പറയും. പിടിച്ചു കൊടുത്താൽ അയാൾ അടിക്കുകയില്ല.
അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ വളഞ്ഞ ഒരായുധമുണ്ട്, അതുകൊണ്ട് 2 അടി അടിക്കും. ഇതാണ് ആകെ മരിച്ചാലുണ്ടാകുക. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ കളവാണെന്ന് പറഞ്ഞു. ഈ ജുഹയുടെ അനുഭവമല്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനും മരണാനന്തര ജീവിതത്തിൻ്റെ അനുഭവം വിവരിച്ചിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാണ് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുക? ഏതെങ്കിലും ഒരു ഇന്ദ്രിയ ബോധം മനുഷ്യൻ്റെ പ്രത്യക്ഷത്തിലുള്ളതായാലും അതല്ല പ്രത്യക്ഷമല്ലാത്ത ബോധമായാലും അതുകണ്ട് മനസ്സിലാകാൻ എന്താണിവിടെ ഉള്ളത്? ഇതില്ലാത്ത ഒരു സംഗതി ആളുകളുടെ മുമ്പിൽ വിവരിച്ചു കൊടുക്കുക എന്നത് വല്ലാത്ത പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ മുമ്പിൽ ജനനം മരണം എന്ന 2 കാര്യങ്ങൾ ചേർത്തത്. ഇത് രണ്ടും നമുക്കറിയുന്നതാണ്. ജനനം നമുക്കറിയാം, മരണവും നമുക്കറിയാം. അപ്പം നമുക്കറിയാവുന്ന 2 കാര്യം വെച്ചിട്ട് അറിയാത്തതിലേക്ക് കടന്നു ചെല്ലുക എന്നതാണ് ഒരു ശ്രമം നടത്തുകയാണ്. ഇത് ബോധ്യം വരണമല്ലോ. ബോധ്യം വരാൻ എന്താ വഴി? ഇത് ബോധ്യം വന്നിട്ടില്ലെങ്കിലോ മറ്റെന്ത് വിശ്വാസവും എന്ത് ബോധ്യവും ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ ഒരേ ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുകയോ 1000 അല്ലെങ്കിൽ 3,30,000 ദൈവങ്ങളിൽ വിശ്വസിക്കുകയോ ചെയ്താലും മനുഷ്യ ജീവിതത്തിൽ പ്രയോജനം ആ വിശ്വാസം കൊണ്ടുണ്ടാകും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം ദൈവവിശ്വാസികൾ ലോകത്ത് കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ കണ്ടാൽ ഈ ദൈവവിശ്വാസം അവരുടെ കർമ്മജീവിതത്തിന് കടിഞ്ഞാണല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ദൈവവിശ്വാസികൾ ലോകത്ത് ചെയ്യുന്ന ക്രൂരതകൾ ദൈവം പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത് എന്നൊക്കെ ചില ദൈവവിശ്വാസികൾ പറയാറുണ്ട്. അനേകം മനുഷ്യരെ അന്യായമായി ക്രൂരമായി കൊല ചെയ്തിട്ട് ആ കൊല ചെയ്തതിന് എന്നെ പ്രേരിപ്പിച്ചത് ദൈവമാകുന്നു, എന്നങ്ങനെ ചെയ്യാൻ എന്നോട് പറഞ്ഞത് ദൈവമാകുന്നു എന്ന് പറഞ്ഞ ആൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ആരുടെയും കുറ്റം പറയുന്ന പണി എനിക്കില്ലാത്തതുകൊണ്ട് പേരൊന്നും ഞാൻ പറയില്ല. അടുത്ത കാലത്ത് പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നോട് ദൈവമാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഭക്ഷണം കിട്ടാതെ മരുന്ന് കിട്ടാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ ലക്ഷക്കണക്കിന് മരിച്ചു പോകുന്നു. എന്നിട്ടും അവിടെ ഉപരോധം. ആരാണ് ഉപരോധം ഏർപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ദൈവവിശ്വാസികൾ. നിരപരാധികൾക്കെതിരിൽ ക്രൂരമായ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ കലാപങ്ങളിൽ മാതാവിൻ്റെ മാറിടത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് വിറച്ച് ഭയപ്പെട്ട് നിൽക്കുന്ന പിഞ്ചോമന കുഞ്ഞിനെ വലിച്ചൂരിയെടുത്ത് മുകളിലേക്ക് എറിഞ്ഞ് കൂർത്തുമൂർത്ത കുന്തം കാണിച്ചു കൊടുത്ത് ആ കുന്തത്തിൽ തുളഞ്ഞ് പിടഞ്ഞ് മരിക്കുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് രാക്ഷസന്മാരെ പോലെ പൊട്ടിച്ചിരിച്ചത് ദൈവവിശ്വാസം ഇല്ലാത്തവരായിരുന്നില്ല, ദൈവവിശ്വാസികളായിരുന്നു. എവിടെയും സ്ഥലവും സമയവും കലാപങ്ങളും ഒന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. നമ്മുടെ മഹാരാജ്യമായ ഇന്ത്യ, ഭാരതം എന്ന് പറയുന്ന രാജ്യത്തും മറ്റു രാജ്യങ്ങളിലുമൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണത്. സ്ഥലങ്ങൾ നമുക്കറിയാം. ഇന്ത്യയിലെ വലിയ പട്ടണങ്ങളിൽ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. യൂറോപ്പ് എന്ന് പറയുന്ന വലിയ സംസ്കാര സമ്പന്നർ എന്നവകാശപ്പെടുന്നവരുടെ നാട്ടിൽ ബോസ്നിയ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്ത് ക്രൂരമായി നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അവർ ദൈവവിശ്വാസികളായിരുന്നു. പിതാവിൻ്റെ കയ്യിൽ കത്തി കൊടുത്ത് മകൻ്റെ കഴുത്തറുത്ത് ആ ചോര കുടിച്ച്
ആ മകൻ്റെ ഉമ്മയെ ആ പിതാവിൻ്റെ മുമ്പിൽ വെച്ച്, ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് മാനഭംഗപ്പെടുത്തി കൊല ചെയ്ത്, ഇതൊക്കെ അദ്ദേഹം ചെയ്യുന്നത് താൻ രക്ഷപ്പെടുമെന്ന മനസ്സോടുകൂടിയാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹം രക്ഷപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കുരിശ് കഠാരി കൊണ്ട് വരച്ച് ചോര വാർന്നുപോയി മരിച്ച്. പത്രത്തിൽ നമ്മൾ അത് വായിച്ചിട്ടുണ്ടാവും. 2 കൈകളും നഷ്ടപ്പെട്ട കുഞ്ഞ്, മരിച്ചുപോയ മാതാപിതാക്കളുടെ, കൊല ചെയ്യപ്പെട്ട മാതാപിതാക്കളുടെ ഖബറിടങ്ങളിൽ പോയി കരയുന്നത് പത്രങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചാൽ ദൈവനിഷേധികളല്ല, ദൈവവിശ്വാസികളായിരുന്നു. ഇതേതെങ്കിലും ഒരു പ്രത്യേക ദൈവവിശ്വാസികളുടെ സ്വഭാവമല്ല. ലോകത്ത് നിന്ന് ജീവിക്കുന്ന മുഴുവൻ ദൈവവിശ്വാസികളിലെയും മഹാഭൂരിപക്ഷത്തിൻ്റെ ദുസ്വഭാവമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കുമെന്ന് ഞാൻ കരുതുന്നു, ദൈവവിശ്വാസം മനുഷ്യൻ്റെ ജീവിതത്തെ കടിഞ്ഞാണിടുന്ന വിശ്വാസമല്ല, സാധ്യമല്ല. ഒരു ദൈവത്തിലല്ല 1000 ദൈവങ്ങളിൽ വിശ്വസിച്ചാലും ആ ദൈവവിശ്വാസം അവനെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ല, പലപ്പോഴും തിന്മ ചെയ്യാനാണ് പ്രേരിപ്പിക്കാറുള്ളത്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവവിശ്വാസം ഉണ്ട് എന്ന് അവകാശപ്പെടുന്നവർ നടത്തുന്ന സമ്പ്രദായങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലോ. പടച്ചതമ്പുരാൻ്റെ, ദൈവം തമ്പുരാൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിക്കുന്ന മനുഷ്യർ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളെ പൂജിച്ചുകൊണ്ട് തന്നെ ദൈവം തമ്പുരാൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാറില്ലേ? നമ്മൾ സഞ്ചരിക്കാറുള്ള വാഹനങ്ങളിൽ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ ചിത്രമുണ്ടാവാം, അവിടെ പൂജയും നടത്തുന്നുണ്ടാവും. ആദ്യം ഓടുന്ന ബസ്, അതിൻ്റെ ഫസ്റ്റ് റൂട്ട് കടന്നു പോകുന്ന മുഴുവൻ കാണിക്കപ്പെട്ടികളിലും കാശിട്ടുകൊണ്ടാണ് പോകാറുള്ളത്. എന്തിനാണ് ഈ കാണിക്കപ്പെട്ടികളിൽ കാശിടുന്നത്? പഠിച്ച തമ്പുരാനെ, എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പറയാനാണോ? എൻ്റെ ബസ് എവിടെയും തട്ടിമുട്ടി നശിക്കാതെ ട്രിപ്പ് അവസാനിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ എൻ്റെ ബസ് നല്ല കളക്ഷനുമായി തിരിച്ചു വരണം. കാട്ടിൽ നിന്ന് മരം കട്ടുകൊണ്ടുപോകുന്ന കാട്ടുകള്ളന്മാർ ചെക്ക് പോസ്റ്റ് കടന്നു പോയാൽ അതിൻ്റെ അടുത്ത കാണിക്കപ്പെട്ടിയിൽ 100 രൂപ നോട്ടും 500 രൂപ നോട്ടുമുണ്ടെങ്കിൽ ഇതിലെ കള്ളക്കടത്ത് കടന്നു പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. വിശ്വാസികളല്ലേ ചെയ്യുന്നത്? ഗൾഫ് നാട്ടിൽ ഒരുപാട് കാലം ജീവിച്ച ആളാണ് ഞാൻ. നിങ്ങളും പലരും അങ്ങനെ ജീവിച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനങ്ങൾ കട്ടുകൊണ്ടുവരുന്ന സമയത്ത് ഒളിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് ദൈവവിശ്വാസികൾ നേർച്ചയാക്കാറുണ്ട്. അത് കസ്റ്റംസിൻ്റെ കണ്ണിൽപ്പെടാതെ എൻ്റെ വീട്ടിലെത്തിയാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നിരണം പള്ളിയിൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ഏതെങ്കിലും കേന്ദ്രത്തിൽ എവിടെയെങ്കിലും ഭീമാപ്പള്ളിയിലോ അതേപോലെയുള്ള പള്ളികളിലോ ഖബർസ്ഥാനങ്ങളിലോ ഖബറിടങ്ങളിലോ ഒക്കെ ഞാൻ ഇത്ര കാശ് കൊടുക്കും, 1001 രൂപ കൊടുക്കും, അല്ലെങ്കിൽ ഇന്നതിൻ്റെ തുലാഭാരം, അങ്ങനെ നേർച്ചയാക്കി ഇയാളിവിടെ കസ്റ്റംസിൻ്റെ കണ്ണിൽപ്പെടാതെ വീട്ടിലെത്തുന്നതിന് മുമ്പ് പുത്തമ്പള്ളിയിൽ പോയി ആ നേർച്ച പൂർത്തിയാക്കിയിട്ടേ വീട്ടിലേക്ക് വരികയുള്ളൂ. പുത്തമ്പള്ളി നല്ലൊരു ഉദാഹരണമാണ് കേട്ടോ. അല്ലെങ്കിൽ അതേപോലെയുള്ള കേന്ദ്രങ്ങളിൽ പോയി ആ നേർച്ച പൂർത്തിയാക്കിയിട്ട് അയാൾ വീട്ടിൽ വരൂ. അദ്ദേഹം ചെയ്ത സ്വാലിഹായ അമല് പടച്ചതമ്പുരാൻ സ്വീകരിക്കണമെന്ന മനസ്സോടുകൂടിയാണോ ഈ ദൈവവിശ്വാസി ഇതൊക്കെ ചെയ്യുന്നത്? ക്രൂരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മനുഷ്യനെ ദൈവവിശ്വാസം തടയുന്നില്ലെങ്കിൽ, കുറ്റകരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മനുഷ്യനെ ദൈവവിശ്വാസം തടയുന്നില്ലെങ്കിൽ എന്തിനാണ് ദൈവവിശ്വാസം? ഒരു ദൈവവിശ്വാസിയും ദൈവനിഷേധിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അതുകൊണ്ട് വിശ്വാസങ്ങളിൽ സുപ്രധാനമായത് മനുഷ്യജീവിതത്തിൻ്റെ കടിഞ്ഞാണായി നിലനിൽക്കുന്നതാണ്
മരണാനന്തരം എന്ന് ഞാൻ പറയാൻ പോകുന്ന സംഗതി. മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തിൻ്റെ അഭാവത്തിൽ ദൈവവിശ്വാസം പ്രയോജനരഹിതമാണ്, പ്രയോജനമില്ലാത്തതാണ്. ദൈവവിശ്വാസമില്ലെങ്കിൽ മരണാനന്തര ജീവിതം അസാധ്യവുമാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശ്വസിക്കാൻ സാധ്യമല്ല. അല്ല, ദൈവത്തിനാണല്ലോ ഇതൊക്കെ തരേണ്ടത്. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം ഈ രീതിയിലായതുകൊണ്ട് ഒന്ന് പ്രയോജനമില്ലാത്തതാകും, മറ്റൊന്ന് അസംഭവ്യമാകും എന്നതുകൊണ്ട് രണ്ട് വിശ്വാസങ്ങളും തമ്മിലുള്ള ബന്ധം ഒരേ ബന്ധമാണ്, ഒരുപോലെ സ്ഥാനമുള്ളതുമാണ്. അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ അവൻ്റെ വേദഗ്രന്ഥങ്ങളിൽ ദൈവവിശ്വാസം സമർത്ഥിക്കുവാൻ വേണ്ടിയല്ല, പരലോക വിശ്വാസം സമർത്ഥിക്കുവാൻ വേണ്ടിയാണ് കൂടുതൽ കൂടുതൽ വിവരിച്ചിട്ടുള്ളത്. ഖുർആനിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകണമെങ്കിൽ ചില അടിസ്ഥാനങ്ങൾ അടിയിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടെത്തിപ്പോകേണ്ടതുണ്ട്. അതിനാണ് എനിക്കും നിങ്ങൾക്കും അറിയുമെന്ന് ഞാനും നിങ്ങളും അവകാശപ്പെടുന്ന, എന്നാൽ അറിയാത്ത ജനനം എന്ന ഒരു കാര്യം ആദ്യം പറയുന്നത്. ഞാനും നിങ്ങളും അങ്ങനെ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അവകാശപ്പെടുന്നു, ജനനം എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. തൽക്കാലം ഞാൻ പറയുന്നു, ജനനം എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല, ആർക്കും അറിയില്ല. എനിക്കും നിങ്ങൾക്കും ആർക്കും അറിയാത്ത ഒന്നാണ് യഥാർത്ഥത്തിൽ ജനനം. നമ്മൾ ജനിച്ചവരാണല്ലോ. ഈ ജനിച്ച നമുക്ക് അറിയില്ല യഥാർത്ഥത്തിൽ ജനനം. എവിടെ നിന്നാണ് ഞാൻ ജനിച്ചത്? എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നാണ് ഞാൻ ഭൂമിയിലേക്ക് ജനിച്ചത്. അവിടെ എവിടെ നിന്നാണ് വന്നത് അത് വേറെ കുറേ നമുക്ക് പറഞ്ഞു പോകണം. അപ്പോൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഞാൻ ജീവിച്ചുവല്ലോ. ഒരുപാട് പരിവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ജീവിച്ചത്. എന്തായാലും 9 മാസവും ചില്ലാനോ എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. കയ്യും കാലും കണ്ണും കാതുമൊക്കെ വന്നതിൻ്റെ ശേഷം, അസ്ഥികൂടങ്ങളൊക്കെ പൂർണ്ണമായതിൻ്റെ ശേഷവും ഒരു 4-5 മാസം ഉമ്മയുടെ ഗർഭാശയത്തിൽ ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. കണ്ണുണ്ടായിരുന്നു അപ്പോഴെനിക്ക്, ഞാനത് തുറക്കുകയില്ല, തുറക്കാൻ പാടില്ല. അവിടെ കണ്ണ് തുറന്നുവെങ്കിൽ പിന്നെ ഭൂമിയിൽ കണ്ണില്ലാത്തവനായി വരേണ്ടി വരും. ഇത് തുറന്നിട്ടില്ല കണ്ണ്. കാതുണ്ടായിരുന്നു, ഞാനൊന്നും കേട്ടിരുന്നില്ല. അതേപോലെ എല്ലാ അവയവങ്ങളും എനിക്കുണ്ടായിരുന്നു, ആ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും അവിടെ നടത്തിയിട്ടില്ല. അത് പൂർണ്ണ അവയവങ്ങളൊക്കെ പൂർണ്ണമായി അവിടെ ഉണ്ടായിരുന്നു. പരിവർത്തന വിധേയമായതാണ്. ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഞാനത് വിവരിക്കേണ്ടതില്ലല്ലോ, ഖുർആൻ അത് പറയുന്നുണ്ട്. മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഞാൻ കഴിച്ചുകൂട്ടി എന്ന യാഥാർത്ഥ്യം സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഗതിയാണത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓർമ്മശക്തിയുള്ള ആൾക്കും അത് ഓർമ്മയുണ്ടാവുകയില്ല. മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഞാൻ കഴിച്ചുകൂട്ടിയത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ, അവിടെ നിന്ന് ഞാൻ ഭൂമിയിലേക്ക് വന്നത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ, പിന്നെ ഞാനത് അന്വേഷിച്ച് നടക്കൂലല്ലോ. നിങ്ങൾ വായിച്ചു കാണും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മയുടെ അറകൾ എന്ന ഒരു പുസ്തകത്തിൽ പ്രസവം കാണൽ എന്ന ഒരു അധ്യായമുണ്ട്. കൊച്ചു കൊച്ചു അധ്യായങ്ങളിലൂടെ, ചെറിയ ചെറിയ വാചകങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നല്ലോ അദ്ദേഹം.
എന്താ സംഗതി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരാൾ പ്രസവിക്കാനെടുത്തപ്പോൾ തട്ടിൻ്റെ മുകളിൽ കയറിയിരുന്നതാണ്. എന്തിന്? ഇത് കാണാൻ, പ്രസവം ഒന്ന് കാണണം. പ്രസവവേദന തുടങ്ങിയിട്ട് പ്രസവിക്കുന്നില്ല. അദ്ദേഹം കുറേ നേരം ഇരുന്ന് കാലും കയ്യൊക്കെ വെച്ചപ്പോൾ കാലൊന്ന് ഇളക്കി. തട്ടിൻ്റെ മുകളിലല്ലേ, എന്താ ഇവിടെ ഒരു ശബ്ദം? പൂച്ചയോ എലിയോ മറ്റോ ഉണ്ടോ നോക്കി ആളുകൾ നോക്കിയപ്പോൾ മൂപ്പരിങ്ങനെ കൂനിക്കൂടി ഇരുന്നത് നോക്കുകയാണ് ഓട്ടേ കൂടി. അവിടെ നിന്ന് പിടിച്ചിറക്കി അടിച്ചോടിച്ച കഥയാണ് അദ്ദേഹം പറയുന്നത്. നമുക്കതിലെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിന് പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിൽ നടന്ന പ്രസവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഞാനും നിങ്ങളും ഒന്നും അത് നിഷേധിക്കുന്നില്ല. നിഷേധിക്കാത്തത് എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പ്രസവം അല്ലെങ്കിൽ ജനനം അല്ലെങ്കിൽ ഗർഭാശയത്തിലെ ജീവിതം എന്നത് നമുക്ക് ഓർമ്മയുണ്ടായതുകൊണ്ടല്ല. ഇവിടെ ഒരുപാട് പ്രസവങ്ങൾ നടക്കുന്നു, നമ്മളത് കാണുന്നു. എൻ്റെ വീട്ടിലെ ആടും പശുവും അതുപോലെ പൂച്ചയുമൊക്കെ പ്രസവിക്കുന്നു. അതേപോലെ എൻ്റെ സഹോദരിമാർ പ്രസവിക്കുന്നു, എൻ്റെ ഭാര്യ പ്രസവിക്കുന്നു. ഇതെല്ലാം ഞാൻ കാണുന്നു, ഞാൻ അനുഭവിക്കുന്നു. അപ്പം അങ്ങനെ നോക്കിക്കാണുന്നു എന്നല്ല. കുഞ്ഞ് കരയുമ്പോൾ എൻ്റെ ഭാര്യ പ്രസവിച്ചു, സന്തോഷം. ഇത് നമ്മൾ കാണുകയാണ്, നമ്മൾ അറിയുകയാണ്. ഇതറിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പ്രസവിക്കുന്ന കുറേ ജീവജാലങ്ങളും മനുഷ്യരും ഉള്ളതിൻ്റെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ്. കോടാനുകോടി മനുഷ്യരും ജീവജാലങ്ങളും പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അനുഭവം ഇല്ലെങ്കിലും നമുക്കത് നിഷേധിക്കാൻ കഴിയാത്ത വിധം സുവ്യക്തമായി നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളുടെ മനസ്സ് ഒരു സാങ്കല്പിക ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. സങ്കല്പിക്കാനാണ് പറയുന്നത്. ഒരു സ്ത്രീ ഒരു തെറ്റ് ചെയ്തു. ചിരപുരാതന കാലങ്ങളിൽ അവിഹിത ബന്ധത്തിലൂടെ ഗർഭം ധരിച്ചാൽ നടന്നിരുന്ന ഭീകരമായ ശിക്ഷകളുണ്ടായിരുന്നു. അതിൻ്റെ ശിക്ഷയുടെ ഒരു രീതി ഞാൻ പറയുകയാണ്, ഒക്കെ സാങ്കല്പിക. പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് അവിഹിത ബന്ധത്തിലൂടെ ഗർഭിണിയായതുകൊണ്ട് അവിടുത്തെ നാട്ടുരാജാവ് വിധി പറഞ്ഞു. എന്ത്? ഇവളെ ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് ഒരു നല്ല പുടവയൊക്കെ ധരിപ്പിച്ചിട്ട് ഒരു വലിയ വീതിയുള്ള പലകയിൽ കിടത്തി കടലിൽ തള്ളിവിടണം. ആ പലകൻ്റെ മുകളിൽ കുറച്ച് ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തോളൂ. അതാണ് നാട്ടുരാജാവിൻ്റെ വിധി. അങ്ങനെ എല്ലാ പൂജയും കർമ്മങ്ങളൊക്കെ നടത്തിയതിൻ്റെ ശേഷം ഈ പെൺകുട്ടിയെ, ഈ പെണ്ണിനെ, പൂർണ്ണ ഗർഭിണിയെ അങ്ങോട്ട് തള്ളിവിട്ടു കടലിലേക്ക്. അങ്ങനെ പോയി അലമാലകൾക്കിടയിൽ, തിരമാലകൾക്കിടയിൽ അതങ്ങ് മരിച്ചു പോകും. അപ്പോൾ കൊന്നു എന്ന് വരുന്നില്ല, ഏതെങ്കിലും മത്സ്യത്തിന് ഭക്ഷണമായി മാറും. തള്ളിവിട്ട ഉടനെ ഒരു സുനാമി വന്നു, ഒരു വലിയ കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റിൻ്റെ വേഗത ഒരു 300 കിലോമീറ്റർ സ്പീഡ്, എൻ്റെ സ്പീഡ്. ഈ പലക അങ്ങനെ തന്നെ ഏതാനും മിനിറ്റ് കൊണ്ട് അങ്ങകലെ ഏതോ ഒരു ദ്വീപിൽ അണഞ്ഞു. അവിടെ ചെന്നു, സുനാമി തീർന്നു, കൊടുങ്കാറ്റ് തീർന്നു, കരക്കണഞ്ഞു ഒരു ദ്വീപാണ്. ആ സ്ത്രീ ആകെ അതിൽ നിന്നിറങ്ങി ആ കരയിൽ നല്ല പരന്ന പാറ. കുറച്ചുകൂടി അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ മറിയമ്മ റളിയല്ലാഹു അൻഹയുടെ അനുഭവം പോലെ നല്ല അരുവി. ആ അരുവിയുടെ കരയിൽ രണ്ടു ഭാഗത്തും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പഴങ്ങൾ, നല്ല നല്ല പലതരം പഴങ്ങൾ, നല്ല മധുരമുള്ള പഴങ്ങൾ. അവൾ വിട്ട നാടൊക്കെ മറന്നു. അങ്ങനെയാണല്ലോ, ഇവിടെ ജീവിക്കാൻ നല്ല സുഖം. പഴമൊക്കെ പറിച്ചു തിന്ന് പാറപ്പുറത്ത് സുഖമായി വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പ്രസവിച്ചു. നല്ല ഒരാൺകുട്ടി. പരിസരം അവൾ നോക്കി, ഒരു കാക്കയുടെ ശബ്ദം പോലും അവിടെ ഇല്ല, പൂച്ചയുടെ കരച്ചിലില്ല, കടുവയുടെ ഗർജനമില്ല, സിംഹത്തിൻ്റെ അലറലോ
ഗർജനമോ ഒന്നുമില്ല. പശു കരയുന്നില്ല, പശുക്കുട്ടി വിളിക്കുന്നില്ല, അമ്പേന്ന് പറയുന്നില്ല. ദൈവം തമ്പുരാനെ, ഇതെന്ത് ലോകം! ഒരു ജീവിയുമില്ലല്ലോ ഇവിടെ. ഒരു പക്ഷിയുടെ കൂവൽ കേൾക്കുന്നില്ല, ഒരു മൃഗത്തിൻ്റെ ശബ്ദമില്ല, ഒരു മനുഷ്യനുമില്ല, ആരുമോരുമില്ല. ഞാൻ ഒറ്റക്ക്. എൻ്റെ കുഞ്ഞ്, പ്രസവിച്ച കുഞ്ഞിനെ ശരിക്ക് എടുത്ത് വെള്ളത്തിൽ കൊണ്ടുപോയി അരുവിയിൽ കൊണ്ടുപോയി കഴുകി ശുദ്ധിയാക്കി മാറോടണച്ച് ഉമ്മ കൊടുത്ത് പാലൂട്ടി. അതൊക്കെ പഠിച്ചോ കൊടുത്തിട്ടുണ്ടല്ലോ പാലൊക്കെ. അങ്ങനെ പാലൂട്ടി കുഞ്ഞിനെ വളർത്തി. കുഞ്ഞിങ്ങനെ വലുതായി. ഉമ്മയും മോനും അമ്മയും മോനും അങ്ങനെ ആ അരുവികൾക്കിടയിൽ, ആ കാട്ടിലൂടെ, പഴങ്ങൾക്കിടയിൽ, മരങ്ങൾക്കിടയിൽ സുഖിച്ച് സന്തോഷിച്ച് കഴിഞ്ഞുകൂടുന്നതിനിടയിൽ മകന് ഒരു 20 വയസ്സായി. ഉമ്മക്ക് ഒരു 36 വയസ്സും. 16 വയസ്സിലായിരുന്നു സംഭവം ധരിക്കുക. അതൊക്കെ സാങ്കല്പിക്കാം. അപ്പോൾ ഒരു വടി തോട്ടിയെടുത്തിട്ട് ഒരു നല്ല മാമ്പഴം പറിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കുട്ടീനെ അങ്ങനെ ബാക്കിൽ നിർത്തിയിട്ട് ഈ തോട്ടി കൊണ്ട് ഇങ്ങനെ ഓങ്ങി മാമ്പഴത്തിനെ തല്ലുക. അപ്പോൾ ഈ തോട്ടി ഇങ്ങനെ ഓങ്ങിയപ്പോൾ കുട്ടിയുടെ തലക്ക് അടികൊണ്ടു. കുട്ടി അതങ്ങോട്ട് വാങ്ങിയിട്ട് അമ്മയെ തിരിച്ചൊരൊറ്റ അടിയോട് കൊടുത്തു. അങ്ങനെ അവൻ നല്ല വേദനിച്ചിരിക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, എന്തോ, നീ എന്നെ തല്ലാൻ പാടില്ലടാ, ഞാൻ നിൻ്റെ ഉമ്മയാണ്. നിങ്ങൾ എന്നെ തല്ലാൻ പാടില്ല, ഞാൻ നിങ്ങളെ മോനല്ലേ. എടാ, ഞാൻ നിൻ്റെ ഉമ്മയാണ്, ഞാൻ നിങ്ങളെ മോനാണ്. ഉമ്മക്ക് മനസ്സിലായി മോൻ എന്താണ് ഉമ്മ എന്താണെന്ന് ഇവൻ അറിഞ്ഞുകൂടാ. കാരണം വേറൊരു മോനും അവിടെ ഇല്ല, വേറൊരു ഉമ്മയില്ലല്ലോ. അപ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പറഞ്ഞു, എടാ, നിന്നെ ഞാൻ പ്രസവിച്ചതാണ്. 2 പേര് മാത്രമാകുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഭാഷയല്ലേ വികസിക്കുകയുള്ളൂ. അതല്ലേ കുട്ടി കേട്ടിട്ടുള്ളൂ. പഴം കേട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ വെള്ളം കേട്ടിട്ടുണ്ട്, ഭക്ഷണം തിന്നുക, കുടിക്കുക, അതൊക്കെ കുട്ടിക്കറിയാം. പക്ഷെ പ്രസവം എന്ന വാക്കാ കുട്ടി അപ്പോഴാണ് കേൾക്കുന്നത്. പ്രസവോ? അതെന്താണ് അമ്മേ? ഇത് പറഞ്ഞു കൊടുക്കണല്ലോ അമ്മ. പിന്നെ എന്താ പറഞ്ഞു കൊടുക്കാനുള്ള മാർഗം? തുടങ്ങി പഴമൊന്നുമില്ലല്ലോ. അപ്പം വയറിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നീ എൻ്റെ ഈ വയറ്റിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവനിങ്ങനെ അവനെ നോക്കി, എന്നിട്ട് അമ്മയുടെ വയറും നോക്കി. ഓ, ഇത്ര ചെറിയ വയറ്റിൽ ഇത്ര വലിയ ഞാനോ അമ്മേ? എന്താണ് അമ്മ ഈ പറയുന്നത്? ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ അമ്മേ. അമ്മ കുടുങ്ങി. ഇനി ഈ കുട്ടിക്ക് ഈ അമ്മയുടെ ഗർഭാശയത്തിൽ 10 മാസം കഴിച്ചുകൂട്ടി എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഈ ലോകത്ത് എന്ത് മാർഗമാണുള്ളത്? വേറൊരു പ്രസവമാണ് കാണിച്ചു കൊടുക്കല്ലാതെ. വേറെ പ്രസവിക്കുന്നവർ ലോകത്ത് വന്നുകൊണ്ട് കുട്ടിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയല്ലാതെ ഈ കുട്ടി പ്രസവിക്കപ്പെട്ടവനാണ് എന്ന് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഈ ലോകത്ത് എന്ത് മാർഗമാണുള്ളത്? എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ നമുക്കത് സ്വാഗതം ചെയ്യാം. ഒരു മാർഗമല്ല. ഇവിടെയാണ് യഥാർത്ഥത്തിൽ പരലോകത്തെക്കുറിച്ച് പറയുന്ന പ്രവാചകന്മാർ, ഇവിടെയാണ് അത് ചെവിക്കൊള്ളുന്ന, അത് കേൾക്കുന്ന ശ്രോതാക്കൾ. ആ കുട്ടിയുടെ സ്ഥാനത്ത് നമ്മൾ ശ്രോതാക്കൾ, ആ ഉമ്മയുടെ സ്ഥാനത്ത് ദൈവദൂതന്മാർ. ഇനി ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള മാർഗം എന്താണ്? ഇതിനെക്കുറിച്ചാണ് ഇനി ആലോചിക്കേണ്ടത്. വേറൊരു സാങ്കല്പിക വിഷയം ഞാൻ രണ്ടാമത് വെക്കുകയാണ്. ഇത് സങ്കല്പിക്കാനാണ് പറയുന്നത്. എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഞാൻ 10 മാസം പൂർത്തിയാക്കി, 9 മാസം പൂർത്തിയാക്കി ഭൂമിയിലേക്ക് പോരാൻ വേണ്ടി ഒരുങ്ങിയിനെ നിൽക്കുമ്പോൾ അവിടെ എൻ്റെ ഇടതും വലതുമൊക്കെ പലതുമുണ്ട്. എന്നെ ചുറ്റി നിൽക്കുന്ന, എനിക്ക് പോഷകങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പല വേരുകളുമൊക്കെ അവിടെ ഉണ്ട്. അവരുടെ കൂടെയൊക്കെ ഞാനിങ്ങനെ ആ വെള്ളത്തിൽ ഇങ്ങനെ സുഖിച്ച് സന്തോഷിച്ച് കഴിഞ്ഞു കൂടുകയാണ്. അപ്പോഴതാ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരാൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ വിഷയം മരണാനന്തരാണ്.
എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു, മോനെ, പ്രസംഗിക്കുകയാണ്, നീ ഇവിടെ ജീവിക്കേണ്ടവനല്ല, ഇത് നിന്റെ ഒരു ഹ്രസ്വമായ ജീവിതമാണ്, ഇവിടെ കുടുങ്ങി നീ ഇങ്ങനെ ചുരുണ്ടു കിടക്കുകയാണ്, ഇവിടെ നിന്ന് നീ മരിക്കും മകനെ, വിശാലമായ മറ്റൊരു ലോകത്ത് നീ ജനിക്കും. ആ ലോകത്ത് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, പരന്നു കിടക്കുന്ന ഭൂമിയുണ്ട്, അതിനേക്കാൾ പരന്നു കിടക്കുന്ന പാരാവാരമുണ്ട്. അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, ചിരിപ്പായുന്ന പല വാഹനങ്ങളും തീവണ്ടികളും അന്തരീക്ഷത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനമൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്തേക്കാണ് നിനക്ക് പോകേണ്ടത്. ഞാൻ പ്രസംഗിക്കണം. കുട്ടി ഇതെങ്ങനെ കേട്ട് പറയും, അങ്ങനെ ഒരു ലോകമില്ല, എനിക്കങ്ങോട്ട് പോകും വേണ്ട, അങ്ങനെ ഒരു ലോകമില്ല, എനിക്കങ്ങോട്ട് പോകും വേണ്ട. പക്ഷേ പോയേ പറ്റൂ, ഇവൻ പോരുകയാണ്. ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന കുട്ടി തലമറിഞ്ഞ് തിരിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ പൊട്ടി കരയുകയാണ്. എന്തിനാ കരയണത്? ചിരിക്കല്ലേ വേണ്ടത്? യഥാർത്ഥത്തിൽ കുടിസായ ഒരു ലോകത്തുനിന്ന് വിശാലമായ മറ്റൊരു ലോകത്തേക്ക് വരുമ്പോൾ ആ കുട്ടി യഥാർത്ഥത്തിൽ ചിരിക്കുകയല്ലേ വേണ്ടത്? കരഞ്ഞുകൊണ്ടാണല്ലോ അവിടെ വന്നത്. ലോകത്ത് വന്ന എല്ലാ മനുഷ്യരും കരഞ്ഞോളാം. എന്തിനു കരയുന്നു? അവന് തികച്ചും അപരിചിതമായ മറ്റൊരു ലോകത്തേക്ക് പോകുമ്പോൾ അവൻ കരയുകയാണ്. പക്ഷേ അവൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നവർ, ബന്ധുമിത്രാദികൾ ചിരിക്കുകയാണ്. ആരോ പറഞ്ഞുവല്ലോ, കരഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്ന മനുഷ്യ, നീ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് പോകണം. നിന്റെ ചുറ്റുമുള്ളവർ പൊട്ടിച്ചിരിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന മനുഷ്യ, നിന്റെ ചുറ്റുമുള്ളവർ പൊട്ടിക്കരയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് പോകാൻ നീ ശ്രമിക്കണം എന്ന് ഒരു കവി പാടിയിട്ടുണ്ട്. വലിയ വലിയ മനുഷ്യർ അവരുടെ ഡയറി കുറിപ്പുകളിൽ അത് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹാമർ ഷോൾഡാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഇത് എഴുതി വച്ചിരുന്നു. അത് എത്രയോ കാലം മുമ്പ് മഹാനായ യാഫി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ്. എന്തായാലും ശരി, അതൊരു അത്ഭുതമായതുകൊണ്ടാണല്ലോ പറയുന്നത്. അതിനേക്കാൾ വലിയ അത്ഭുതമല്ലേ ആ കുട്ടി മലയാളത്തിലാണ് പൊട്ടിക്കരഞ്ഞത് എന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ജനിക്കുന്ന മുഴുവൻ കുട്ടികളും കരയുന്നത് മലയാള ഭാഷയിലാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഇവിടെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി, ഏതെങ്കിലും മോണങ്കേറാ മൂലയിൽ കഴിയുന്ന ഒരു കുട്ടി ഭാഗ്യവശാൽ ലണ്ടൻ പട്ടണത്തിലെത്തിയാൽ, ആ ലണ്ടൻ പട്ടണത്തിലെ ആളുകൾ ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടിക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ ആ പട്ടണത്തിലെ ഒരു മൂലയിൽ ഒരു ഫ്ലാറ്റിൽ നിന്നൊരു കുട്ടി കരഞ്ഞാൽ ആ പെണ്ണ് പറയും, ഒരു കുട്ടി കരയുന്നുവല്ലോ. കാരണം ലണ്ടൻ പട്ടണത്തിലെ ഒരു ഫ്ലാറ്റിൽ ഒരു ഇംഗ്ലീഷുകാരിയായ കുട്ടി കരഞ്ഞത് മലയാളത്തിലാണ്. കാരണം മലയാളിക്കത് മനസ്സിലായി. എന്താ അങ്ങനെ ആയത്? ചിരിക്കലും മലയാളത്തിലാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ വരുമ്പോൾ പടച്ച തമ്പുരാൻ പുറത്തു വിടാൻ പഠിപ്പിച്ചു കൊടുത്ത് രണ്ട് ശബ്ദം, ഒന്ന് കരയാനുള്ള ശബ്ദം, ഒന്ന് ചിരിക്കാനുള്ള ശബ്ദം. ബാക്കിയുള്ളതൊക്കെ അവൻ ഈ ഭൂമിയിൽ നിന്ന് ഏറ്റെടുത്തതാണ്. അവൻ വന്ന ചുറ്റുപാടിൽ നിന്നാണ് ബാക്കിയുള്ളത് മുഴുവൻ. ഭാഷയും മറ്റു വേഷങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ നിന്നാണ് അവനെടുത്തത്. ഈ ഭൂമിയിലേക്ക് അവൻ വരുമ്പോൾ പടച്ചവൻ പഠിപ്പിച്ചു കൊടുത്ത രണ്ട് ശബ്ദം, കരയാനുള്ള ശബ്ദം, ചിരിക്കാനുള്ള ശബ്ദം. അത് രണ്ടും മലയാള ഭാഷയിൽ ഇംഗ്ലീഷുകാരൻ പറയും ഇംഗ്ലീഷിൽ, അറബി പറയും അറബിയിൽ കരഞ്ഞു, അറബിയിൽ ചിരിച്ചു. അതേപോലെ ഈ ലോകത്തേക്ക് വന്ന മുഴുവൻ മനുഷ്യരും ഒരുപോലെ വന്നു വീണ അല്ലെങ്കിൽ പിറന്നു വീണ സ്ഥലത്തിൻ്റെ വ്യത്യാസം മാത്രമാണ്. ജോർജ് ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിൽ ജനിച്ച എലിസബത്ത് ഉടുതുണിയില്ലാതെ ജനിച്ചു. ചാത്തൻ്റെ വീട്ടിലുള്ള ചക്കി ജനിച്ചതും ഉടുതുണിയില്ലാതെ തന്നെ. ഒരു വിവേചനവും പഠിച്ചവൻ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ആന്തമാലിൽ അവൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ആന്തമാലിൽ ഞാൻ കുറച്ചു കാലം ഉണ്ടായിരുന്നു, 3 കൊല്ലം. അദ്ദേഹം പറഞ്ഞു, ആന്തമാലിൽ അന്ന് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ബംഗാളികളാണ്, ഇപ്പോൾ തമിഴരാണ്.
എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ 4 പേര് നിന്ന് എനിക്കറിയാത്ത ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു കുറേ നേരം. എന്നിട്ട് അവസാനം അവർ പച്ച മലയാളത്തിൽ പൊട്ടിച്ചിരിച്ചു എന്ന് പറഞ്ഞു. ആലായി മമ്മൂട്ടി മരിച്ചുപോയി, മർഹവും നല്ല തമാശക്കാരനായിരുന്നു. മലയാളത്തിലാണ് ചിരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ വന്നു. അതാണ് നമ്മളെ വിഷയം. എന്തിന് കരഞ്ഞു? മാതാവിൻ്റെ ഗർഭാശയത്തിൽ അവൻ കഴിച്ചുകൂട്ടിയിരുന്ന കാലത്ത് ഞാനവിടെ പോയി പ്രസംഗിച്ചിട്ടും വയത് പറഞ്ഞിട്ടും ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരനുഭവം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായി. അതുകൊണ്ട് അവനറിയാത്ത ഒരു ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ അവൻ ഭയപ്പെട്ടു, അവൻ കരഞ്ഞു. അതവൻ്റെ ഒരു ജീവിതമായിരുന്നല്ലോ ഉമ്മയുടെ ഗർഭാശയത്തിൽ. ആ ഉമ്മയുടെ ഗർഭാശയത്തിലെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അവൻ ഭൂമിയിലേക്ക് വന്നു. ഒരുപാട് ജീവിതം മാറി മാറിയാണല്ലോ അവിടെ എത്തിയത്. ഖുർആൻ അതിങ്ങനെ വിവരിക്കുന്നുണ്ട്. നമ്മുടെ താണ്ടിക്കിടന്ന പരിവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അവസാനം പറയും. അങ്ങനെ കഴിഞ്ഞു കടന്നു വന്ന് ഭൂമിയിൽ വന്നു. ഇനി ഭൂമിയിൽ നമ്മൾ ജീവിക്കുകയാണ്. കുറേ കാലം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു, ജീവിതം അറിഞ്ഞുകൂടായിരുന്നു, സംസാരിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു, ചിരിക്കാൻ അറിയാമായിരുന്നു, കരയാൻ അറിയാമായിരുന്നു. കരയും, അപ്പം അമ്മ പാല് തരും, അപ്പം ചിരിക്കും വയറ് നിറയുമ്പോൾ. പിന്നെ കുറേ കളിക്കും, കയ്യും കാലുമൊക്കെ ഇട്ടടിക്കും. പിന്നെയും വിശക്കുമ്പോൾ കരയും. എനിക്ക് വിശക്കുന്നു, ഭക്ഷണം വേണം എന്ന് പറയാൻ നാവിന് കഴിയില്ല. അതുപോലെ അവൻ്റെ മുമ്പിലുള്ള ഭക്ഷണം എടുത്ത് കഴിക്കാൻ അവൻ്റെ കയ്യിന് കഴിവില്ല. എവിടെയാണോ ഭക്ഷണമുള്ളത് അവിടത്തേക്ക് നടന്നു പോകാൻ കാലിനും കഴിയില്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞുകൂടിയല്ലോ മനുഷ്യൻ, മറ്റു ജീവജാലങ്ങളല്ല, മനുഷ്യൻ. അങ്ങനെ കഴിഞ്ഞുകൂടിയ മനുഷ്യൻ അവൻ തൻ്റെ ഇടമുള്ളവനായി കഴിഞ്ഞു. അപ്പോൾ അവൻ തൻ്റെ ഇടമുള്ളവനാണ്. അങ്ങനെ തൻ്റെ ഇടത്തോടുകൂടി ജീവിച്ചു പോവുകയാണ് അവൻ. ജീവിതത്തിൽ പലതും അവൻ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ഇന്നലത്തേത് അവനറിയാം, ഇന്നത്തേത് അവനറിയാം. ഇന്നലത്തേത് കഴിഞ്ഞു പോയി, അത് ക്യാൻസൽ ചെക്കാണല്ലോ. ഇന്നത്തേതാണ് നമ്മുടേത്, നാളത്തേത് അവർ ചെക്കാണ്. നാളെ എന്ത് എന്ന് നമുക്കറിയില്ല. പഠിച്ചവൻ അത് പറഞ്ഞു, നാളെ എന്ത് എന്നാർക്കും അറിയില്ല. അത് അള്ളാഹുവിന് അല്ലെങ്കിൽ സാക്ഷാൽ ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു സംഗതിയാണ്. ഇതാർക്കും അറിയില്ല നാളെ എന്ത് ചെയ്യും. നമ്മുടെ നാളെയെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ. പലരും പറഞ്ഞു നാളെ ഞാൻ ഇന്നത് ചെയ്യും, പറയാറുമുണ്ട്. ഞാനിവിടെ വേദനയോടുകൂടി ഓർക്കുകയാണ് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന് മരണത്തിൻ്റെ 6 ദിവസം മുമ്പ് ഒരു മോഹാലസ്യമുണ്ടായി, അബോധാവസ്ഥ. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. അദ്ദേഹം പറഞ്ഞു, ഈ ജീവിതം ഇപ്പോഴൊന്നും അവസാനിക്കുകയില്ല. 1964 ഞാനന്ന് കൊല്ലത്ത് ഏതോ ഒരു സ്ഥാപനത്തിലെ മുദരിസ്. അതിൻ്റെ 6ാമത്തെ ദിവസം മഹാനായ ജവഹർലാൽ നെഹ്റു ദിവംഗതനായി. 6ാമത്തെ ദിവസം അദ്ദേഹം മരിച്ചു. മരിക്കാൻ പാടില്ലായിരുന്നു, കുറേ കാലം ജീവിക്കേണ്ടിയിരുന്നു. പക്ഷേ മരിക്കുമല്ലോ മനുഷ്യൻ. അറിയില്ല നാളെ എന്ത് സംഭവിക്കുമെന്ന്, എവിടെയാണ് ഞാൻ മരിക്കുക എന്നും അറിയില്ല, നാളെ എന്താ ചെയ്യുക എന്നും അറിയില്ല. അതാണല്ലോ നമ്മുടെ ജീവിതം. ഇന്നലത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോവുകയും ചെയ്യും. അങ്ങനെ മനുഷ്യൻ വളർന്നു വലുതായി വികസിച്ച് അവന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്ത് അവൻ്റെ ധർമ്മം അവൻ പൂർത്തീകരിച്ചുകൊണ്ട് അവൻ ഇവിടുന്ന് പോവുകയാണ്. അതിനാണല്ലോ നമ്മൾ മരണം എന്ന് പറയുന്നത്. സത്യത്തിൽ മരണം നമുക്കറിയാമെന്നാണ് പറയാറുള്ളത്. ജനനം അറിയാത്തതുപോലെ മരണവും നമുക്കറിയില്ല. എന്താ സംഭവിച്ചത് നമുക്കറിയോ? എൻ്റെ ഈ കയ്യും കാലും കണ്ണും കാതും ഒക്കെ അപ്പോഴുണ്ട്, മരിച്ചെടുക്കുമ്പോഴുണ്ട്. പക്ഷേ എൻ്റെ കയ്യും കാലും കണ്ണും ഒന്നും പ്രവർത്തിക്കുന്നില്ല. എവിടെ എന്താ പോയത്? എന്താ പോയത്? എൻ്റെ സത്ത് പോയി. അതാണല്ലോ സത്ത് പോയി എന്ന് പറയുന്നത്. ചത്തുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കും, മറ്റുള്ളവരെ കുറിച്ച് മോശമായി പറയുന്നതാണ്. അത് സഹായിക്കാൻ മതി, എന്നാ പ്രയാസമല്ല.
സത്ത് പോയി. നമ്മളിൽ എന്തോ ഒരു സത്ത് ഉണ്ടായിരുന്നു, അത് പോയി. എന്തായിരുന്നു ആ സത്ത്? ആർക്കെങ്കിലും വിവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്നതായിരുന്നു എന്ന്? ആരാണ് ഞാൻ? ആരാണ് ഞാൻ? കൈ അതിൻ്റെ കൈയാണ്, കാല് അതിൻ്റെ കാലാണ്, കണ്ണ് എൻ്റെ കണ്ണാണ്, തല എൻ്റെ തലയാണ്. ഞാനാരാ? ഞാൻ, നീ, അവൻ. ആരാണ് അവനാര്? നീ ആര്? ഞാനാര്? അവൻ അങ്ങനെ നിൽക്കുകയാണ്. അവൻ കണ്ണ്, കാല്, കൈ, കാത് എല്ലാം ഉള്ള സാധനം. നീ അതൊക്കെ ഉള്ളൊരു സാധനം. ഞാനും അതൊക്കെ ഉള്ള സാധനം. ഇതിനെ ഓരോന്നിനെയും അങ്ങോട്ട് മാറ്റി വെച്ചാൽ അതൊക്കെ അവയവങ്ങളാണ്. ഞാൻ എവിടെ? നീ എവിടെ? അവനെവിടെ? അപ്പം ഞാനെവിടെ, നീ എവിടെ, അവനെവിടെ അതറിയില്ല. എന്താ ഈ പോയത്? എൻ്റെ കൈ പോയോ? ഇല്ല. ആവർത്തിക്കേണ്ടതില്ലല്ലോ. എൻ്റെ ഏതെങ്കിലും അവയവം പോയോ? ക്യാൻസർ വന്നതിനെ കുറിച്ചിട്ടുണ്ടാവും, അതല്ല. എൻ്റെ സത്ത് പോയപ്പോൾ എൻ്റെ ഏത് അവയവം പോയി? ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഖബറിൽ വെക്കാതെ കരിച്ചു കളയുമ്പോൾ. അല്ല, ലോകത്ത് പലരും സ്വീകരിച്ച് ഏത് മാർഗം സ്വീകരിച്ചാലും ലോകജനതയിലെ മഹാഭൂരിപക്ഷവും ഖബറിൽ അടക്കുകയാണല്ലോ ചെയ്യുന്നത്. ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഖബർ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. ഖബർ എന്ന് പറഞ്ഞാൽ, ഖബർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുഴിയല്ല, അതൊരു കാലഘട്ടമാണ്. ആലം ബർസഖ് എന്നതിന് അറബിയിൽ പറയാറുണ്ട്. ഇന്ദ്രാളഘട്ടം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് മരിച്ചിട്ട് വേറെ എവിടെ എത്തുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ സാധാരണ ഖബർ എന്നാണ് പറയാറ്. ഖബർ, കുഴിമാടം. അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ എന്തായിരുന്നു അവിടെ ഇല്ലാത്തത്? എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മക്കൾ, എൻ്റെ സഹോദര സഹോദരിമാരെല്ലാവരും കൂടി, എൻ്റെ നാട്ടുകാരും കൂടി ചേർന്നിട്ട് ഒരു മയ്യത്ത് കെട്ടിലിൽ അല്ലെങ്കിൽ ശവമഞ്ചത്തിൽ എന്നെ ചുമന്ന് കൊണ്ടുപോയി ഒരു കുഴിമാടത്തിൽ വെച്ചുവല്ലോ. അങ്ങനെ വെക്കുമ്പോൾ എൻ്റെ എന്താണ് അവിടെ ഇല്ലാതിരുന്നത്? അതാണ് യഥാർത്ഥത്തിൽ സത്ത്. അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഈ സത്ത് എവിടെയാണ് നമുക്ക് വന്നു കിട്ടിയത്? അവിടെയാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. അപ്പോഴേ മരണം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. എൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഞാൻ വളർച്ച പ്രാപിച്ച് ആദ്യമായി എൻ്റെ ശരീരത്തിൽ രൂപപ്പെടുന്നത് ഡോക്ടർമാർക്കറിയാം. ഞാനത് പറയുമ്പോൾ അബദ്ധമാകുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. അസ്ഥികൂടങ്ങളാണെന്നാണ് പറയുന്നത്. അതിലും കയ്യിൻ്റെ അസ്ഥിയാണ് ആദ്യം ഉണ്ടാകുന്നതൊക്കെ പറയാറുണ്ട്. എനിക്കറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. അത് പണ്ഡിതന്മാരാണ് അത് പഠിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ അസ്ഥികൂടങ്ങളൊക്കെ രൂപപ്പെട്ടതിന് ശേഷം അതിനെ മാംസം കൊണ്ട് പൊതിഞ്ഞ് പൂർണ്ണ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എവിടെ നിന്നോ ഒരു സത്ത് കടന്നു വരുന്നുണ്ട്. അത് ശരീരത്തിൻ്റെ അംശമല്ല, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശത്തിൽ നിന്ന് എടുത്തതുമല്ല. ജീവനുള്ള ശരീരമാണ് അതുവരെ അവിടെ ഉള്ളത്. ജീവനുള്ള ബീജം അണ്ഡവുമായി കൂടിച്ചേർന്നുകൊണ്ട് മാത്രമേ വളരുന്നുള്ളൂ. ജീവനില്ലാത്ത ഒരു ബീജം വളരില്ലല്ലോ. കുട്ടികളുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അയാളെ ബീജന് ജീവനില്ല, അല്ലേ? തകരാറുണ്ട്. അല്ലെങ്കിൽ ആ അണ്ഡം ബീജം സ്വീകരിക്കാൻ പറ്റിയതല്ല. അപ്പം ജീവനുള്ള രണ്ടെണ്ണം കൂടിച്ചേർന്നുകൊണ്ട് മാതാവിൻ്റെ ഗർഭാശയത്തിലെ ഒരു പാളിയിൽ അള്ളിപ്പിടിച്ച് അവിടെ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുത്തുകൊണ്ടാണല്ലോ വളരുന്നത്. അതിനനുസൃതമായ വളർച്ച, അങ്ങനെ അത് ഇന്നതായി എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഏതോ ഇത് പൂർണ്ണത പ്രാപിച്ചതിൻ്റെ ശേഷം ഒന്ന് വന്നു ചേർന്നല്ലോ. ഈ ശരീരത്തിൻ്റെ അംശമായിരുന്നില്ല അത്. അതിന് ജീവശക്തി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ജീവൻ അതിന് മുമ്പേ ഉണ്ട്. ജീവൻ ലഭിച്ചിട്ടുള്ള ഒരു ശരീരത്തിലേക്ക് കടന്നു വന്ന ഈ സത്ത്, ആ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭൂമിയിൽ നിയന്ത്രിക്കുന്ന എന്തോ ഒരു കടിഞ്ഞാനാണ്. അതാണ് പിന്നെ ആ ശരീരത്തെ കൊണ്ട് നടക്കുക, അതാണ് അതിനെ നയിക്കുക. അപ്പം നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്ന സത്തും, അതിന് നമ്മൾ പറയാറുണ്ട് ആത്മാവ് എന്ന്. അങ്ങനെ പറഞ്ഞാൽ മതിയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. റൂഹ് എന്ന് പറയാറുണ്ട് അറബിയിൽ. അത് ഇപ്പം മനസ്സിലായത്.
എടാ മനസ്സിലാവൂല എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. അതാണ് റൂഹിനെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പണിയെടുത്താൽ മനസ്സിലാവുകയില്ല എന്ന് മനസ്സിലാവും. അതൊരാജ്ഞ, അതൊരു കൽപ്പന മാത്രമാണ്. ഖുർആൻ അത് ബോധ്യപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് അവസാനം പറയാം. എന്തായാലും ശരി, അതാണ് ഈ പൂർണ്ണ രൂപം പ്രാപിച്ച മനുഷ്യനിലേക്ക് അവിടെ കടന്നു വന്നത്. അത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അംശമായിരുന്നില്ല. ഏതുപോലെ ടാറ്റ കമ്പനിക്കാരൻ ഒരു കാർ ഇറക്കുന്നു, നല്ല കാർ, ഒരുപാട് പൈസയും കൊടുക്കണം. ആ കാറ് പൂർണ്ണ യോഗ്യമാണ്. അതിൽ പെട്രോളുണ്ട്, അല്ലെങ്കിൽ ഡീസലാണെങ്കിൽ ഡീസലുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ തിരിക്കണ സാധനമുണ്ട്. പിന്നെ ഇനി എനിക്ക് എൻ്റെ എല്ലാ പേരും പറയാൻ പറ്റില്ല, എല്ലാം അറിയില്ലല്ലോ, അതൊക്കെ ഉണ്ട്. പക്ഷേ കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇതിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. ഇപ്പോൾ കമ്പനിയിൽ വേറൊരു നിർമ്മാണം നടത്തിയിട്ട് ഒരു മനുഷ്യക്കോലം പഠിച്ചു. ഇപ്പം അങ്ങനെ പഠിക്കുന്നുണ്ട്. എന്നിട്ട് അതാണോ ആ കാറ് കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ടുവന്നത്? അല്ല. ടാറ്റ കമ്പനിക്കാരൻ ഉണ്ടാക്കിയ ഒരാളല്ല, ഒരു സാധനമല്ല ആ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. ആ കമ്പനിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്ത വേറെ ഏതോ ഒരു ഉമ പ്രസവിച്ചിട്ട് ഭൂമിയിലേക്ക് വന്ന ഒരു മനുഷ്യൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് അവിടെ ചെന്നിട്ട് കാറ് കയറിയിട്ട് പൂർണ്ണയോഗ്യമായ ആ കാറ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചിങ്ങനെ കൊണ്ടുപോവാണ്. ആ കാറിൽ ആ മനുഷ്യൻ്റെ സ്ഥാനമാണ് ജീവനുള്ള മനുഷ്യ ശരീരത്തിലെ റൂഹിൻ്റെ സ്ഥാനം. ആ റൂഹാണ് ഇപ്പോൾ ഈ ശരീരത്തിലുള്ളത്. ആ റൂഹാണ് അതിനെ നിയന്ത്രിക്കുന്നത്. വലിയ ഗഹനമാണ്, പഠനാർഹമാണ് വിഷയം, പക്ഷേ പഠിക്കേണ്ടതാണ്. അങ്ങനെ ഈ മനുഷ്യൻ്റെ ശരീരം പലപ്പോഴും ചീത്തയാകും, ചിലപ്പോൾ അറ്റാക്ക് ഉണ്ടാവും. എന്നിട്ട് അവർ കുറേ മരുന്നൊക്കെ കൊടുത്തിട്ട് നല്ലപോലെ ശരിയാക്കി കൊണ്ടുവന്ന് രണ്ടാമതും പിന്നെ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ പിന്നെയും അപ്പോൾ എന്നെ നന്നാക്കി പിന്നെയും. ഇതുപോലെ നമ്മുടെ കാറ് ചീത്തയാകുമ്പോൾ നമ്മൾ കൊണ്ടുപോയി നന്നാക്കാൻ കൊടുക്കൂലേ? അവിടെ കൊണ്ടുപോയി നന്നാക്കി വീണ്ടും ഡ്രൈവർ കയറിപ്പോവും. അങ്ങനെ നന്നാക്കി കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ മോഡലൊക്കെ മാറി ഒരുപാട് പഴയ മോഡലാകുമ്പോൾ പിന്നെ അത് നന്നാക്കാൻ പറ്റാത്തതാവും. അപ്പോൾ അത് കണ്ടം ചെയ്യും. എന്നതുപോലെ നമ്മുടെ ശരീരം പിന്നെ നന്നാക്കാൻ പറ്റാത്തതാകുമ്പോൾ ഒരൊറ്റ അറ്റാക്ക് മരിച്ചാണ് പോകും. ഡ്രൈവറുടെ വണ്ടി ചീത്തയായി, അത് കൊണ്ടുപോയി കള്ളം ചെയ്തു, വിറ്റു കൊടുത്തു, ആരോ കൊണ്ടുപോയി, പിന്നെ രണ്ടാമത് നിർമ്മിച്ചോളും. പക്ഷേ ഈ ഡ്രൈവർക്ക് വേറെ വണ്ടിയിൽ കയറാം. എൻ്റെ ശരീരത്തിലെ ഡ്രൈവർക്ക് വേറൊരു വണ്ടിയിൽ പ്രവേശിക്കുവാനുള്ള അനുവാദം കിട്ടുന്നില്ല. അയാൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡ്രൈവർ ഇതൊക്കെ പൂർണ്ണമായി ശരിക്കും അത് തന്നെയാണെന്നൊന്നും ധരിക്കരുത്. ഇതൊക്കെ വെറും ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്. ആ സ്ഥാനമാണ് അതിനുള്ളത്. അപ്പോൾ പൂർണ്ണയോഗ്യമായ ഒരു ശരീരം അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ട് കഴിഞ്ഞു കടന്നു പോകുമ്പോൾ അതിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നു. വലിയ അത്ഭുതമല്ലേ മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനം? എന്തൊരു ഓട്ടോമാറ്റിക് യന്ത്രമാണ് നമ്മുടെ ശരീരം. ഡോക്ടർമാരോട് ചോദിച്ചെങ്കിലല്ലേ അറിയൂ എന്തായി ചെയ്യുന്നത്. ഈ ശരീരത്തിലുള്ള കുറച്ച് വെള്ളം, കുറച്ച് ചോര, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ശുദ്ധീകരണം നടത്തി. എന്തൊരത്ഭുതമാണത്. അങ്ങനെ അവസാനം അത് നിലച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചു. ശരീരത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ സത്ത് ഇറങ്ങിപ്പോയി. അപ്പോൾ റൂഹ് പിരിയുമ്പോഴല്ല മരിച്ചതിൻ്റെ ശേഷമാണ് റൂഹ് പിരിഞ്ഞു പോകുന്നത്. റൂഹ് എന്ന് പറഞ്ഞാൽ സത്ത്. റൂഹ് പിരിഞ്ഞു മരിക്കുന്നതിന് നമ്മൾ പറയൽ അങ്ങനെയാണ്, റൂഹ് പിരിഞ്ഞു എന്നല്ല. റൂഹ് പിരിഞ്ഞു പോകണമെങ്കിൽ ആദ്യം അതിൻ്റെ ജീവൻ നഷ്ടപ്പെടണം. ജീവൻ നഷ്ടപ്പെടുമ്പോൾ റൂഹ് പിന്നെ പോകും. ഇനി ഇതിന് എനിക്ക് പണിയില്ല. അതൊന്നിലധികം പ്രാവശ്യം ഈ റൂഹിനെ പഠിച്ച തമ്പുരാൻ അങ്ങനെ ഏറ്റെടുക്കാറുണ്ട് എന്നാണ്. ഈ സത്തിനെ ഉറങ്ങുമ്പോഴും ഏറ്റെടുക്കും, മരിക്കുമ്പോൾ പൂർണ്ണമായി ഏറ്റെടുക്കും. അങ്ങനെയാണ് ശരീരവുമായുള്ള അതിൻ്റെ ബന്ധം. വന്നു പോവുക എന്ന ബന്ധമാണ്. ജീവനുള്ള ഒരു ശരീരവുമായി നമ്മുടെ റൂഹിനുള്ള അല്ലെങ്കിൽ സത്തിനുള്ള ബന്ധം വരിക പോവുക.
വരും പോകും, വരും പോകും, പിന്നെയും വരും, പിന്നെയും പോകും. പലപ്പോഴും വിട്ടു നിൽക്കും, വരും, പിന്നെയും വിട്ടു നിൽക്കും. അങ്ങനെയുള്ള ഒരു പ്രത്യേക ആജ്ഞയാണ് അത്. അപ്പോൾ മരിച്ചു, നമ്മൾ സത്തുപോയി, മരിച്ചതിൻ്റെ ശേഷം സത്തുപോയി, കൊണ്ടുപോയി നമ്മളെ കുഴിമാടത്തിൽ മറവ് ചെയ്തു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ മരണം.